ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അസർബൈജാൻ യാത്രാവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മ്യൂസിയത്തിൻ്റെ ബാക്കിയും ബേണിംഗ് ഹില്ലും ഫയർ ടെമ്പിളും പിന്നെ നിസാം സ്ട്രീറ്റിലെ രാത്രികാല ഷോപ്പിംഗ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കാർ ഷോ തന്നെ കണ്ടിട്ട് തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഹൈദർ അലിയവ് സെൻറ്ററിലാണ് ഈ കാർ മ്യൂസിയം ഉള്ളത്. കാർ പ്രേമികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ മ്യൂസിയത്തിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റാണെന്ന്. മിനി അസർബൈജാനൊക്കെ കാണിക്കുന്ന ആ സ്ഥലത്തുള്ള ടിക്കറ്റ് വേറെയും കാർ മ്യൂസിയത്തിന് ടിക്കറ്റ് വേറെയാണ്. കാർ മ്യൂസിയം ഉള്ളത് ബേസ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിൽ വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് എൻട്രി ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ മ്യൂസിയം. എൻ്റെ മോൾക്ക് ബഗാട്ടി കാറ് കാണണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിവിടെ വന്നപ്പോൾ സാധിച്ചു. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. Through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. See the horizon, turn us to thousands, and we'll grow in number, fueled by them to see the horizon, turn us to thousands. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And close till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And
ഹൈദർ അലിയവ് സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ പിന്നീട് പോയത് ബേണിംഗ് ഹിൽ കാണാനായിട്ടാണ്. നഗര കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കണ്ട കാഴ്ച ഓയിൽ ഫീൽഡിൻ്റെയാണ്. ഓയിൽ ഫീൽഡിനിടയിലൂടെയുള്ള റോഡിലൂടെയാണ് കുറേ നേരം ഞങ്ങൾ യാത്ര ചെയ്തത്. ഞങ്ങൾക്കൊരു വലിയ അത്ഭുതമായിരുന്നു ആ ഓയിൽ ഫീൽഡ് റോഡ് സൈഡിൽ തന്നെ കാണുക എന്നുള്ളത്. അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ഒന്നും ആയിരുന്നില്ല. സ്വതവേ ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് അസർബൈജാനിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമുക്ക് നേരിട്ട് കാണാമായിരുന്നു ഓയിലെടുക്കുന്ന വെല്ലമൊക്കെ. ബാക്കുന്ന് 23 കിലോമീറ്ററാണ് ഈ ഫയർ ഹില്ലിലേക്കുള്ളത്. യനാർദാഗ് എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഡ്രൈവറാണ് ഇതിനുള്ളിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടത് മലയുടെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേങ്കിൽ കുറച്ചൊരു ഭാഗമേ ഉള്ളൂ കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ട് എന്നാണ് വിചാരിച്ചത്. നാച്ചുറൽ ഗ്യാസാണ് ഈ തീക്ക് കാരണം. വർഷങ്ങളായിട്ട് ഇത് അണയാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 1950 ഒരു ആട്ടിടയൻ അറിയാതെ തീ കത്തിച്ചപ്പോഴാണ് ഇത് നോട്ടീസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് ഞങ്ങൾ പിന്നീട് പോയത് ഫയർ ടെമ്പിൾ കാണാനായിട്ടാണ്. നമ്മൾ ഈ ടെമ്പിളിൽ കയറുമ്പോൾ തന്നെ കാണുന്നത് അണയാതെ കത്തുന്ന ഒരു തീജ്വാലയാണ്. ഇതിപ്പോൾ അടുത്തുള്ള നഗരത്തിൽ നിന്നുള്ള വാതക പൈപ്പ് വഴി കത്തിക്കുന്നതാണ്. മുമ്പ് ഏകദേശം 1 നൂറ്റാണ്ടോളം പ്രദേശത്തെ പെട്രോളിയത്തിൻ്റെയും വാതകത്തിൻ്റെയും ഉപയോഗത്തോടെയാണ് കത്തിക്കൊണ്ടിരുന്നത്. അതായത് നാച്ചുറൽ എറ്റേണൽ ഫ്ലെയിമായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. 1969 വരെ ഇത് കത്തിയിരുന്നു. ആ കാണുന്ന സ്റ്റാച്യു ഒറിജിനലാണെന്നാണ് എൻ്റെ മോള് പറയുന്നത്. അത് കുറേ കാലം അനങ്ങാതെ നിന്നപ്പോൾ അത് സ്റ്റാച്യു ആയിപ്പോയതെന്നാണ് മോളുടെ വാശം. ഈ ടെമ്പിള് ഹിന്ദു മതത്തിൻ്റെയും സിഖ് മതത്തിൻ്റെയും പിന്നെ സൗരാഷ്ട്രീയ മതത്തിൻ്റെയും ആരാധനാലയമായിരുന്നു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഈ ടെമ്പിൾ ഉപേക്ഷിക്കപ്പെട്ടു. ഈ റീജിയനിൽ ഹിന്ദുമത വിശ്വാസികൾ കുറഞ്ഞു പോയത് കാരണമാകാം ഇത് ഉപേക്ഷിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മുമ്പ് ഈ ടെമ്പിൾ സൗരാഷ്ട്രിയൻസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. പിന്നീട് 1883 ശേഷം സുരഗനിയിൽ പെട്രോളിയം പ്ലാന്റുകൾ സ്ഥാപിച്ചതോടെ അത് നിലച്ചു. പിന്നെ 1975 ഇത് മ്യൂസിയമായിട്ട് മാറ്റപ്പെട്ടു. സൗരാഷ്ട്രീയൻ മതത്തിനെ കുറിച്ചിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചതിന് ശേഷം ഇപ്പോഴാണ് വായിക്കുന്നത്. അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആ ടെമ്പിളിൽ എല്ലാം വായിച്ചും അറിഞ്ഞും നടന്നതിന് ശേഷം ഞങ്ങൾ ബാക്കുവിലേക്ക് തിരിച്ചു പോന്നു. ബാക്കുവിലെ ആദ്യ ദിവസം തന്നെ പോയ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഇന്നും പോയി. അവിടുന്ന് നാഷണൽ ഡിഷൊക്കെ കഴിച്ചു. ആ നാഷണൽ ഡിഷിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി വീണ്ടും രാത്രി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. ടാക്സി ഹയർ ചെയ്താണ് ഞങ്ങൾ ബാക്കു സിറ്റി സെൻറ്ററിലേക്ക് വന്നത്. നിസാം സ്ട്രീറ്റിൽ പോവുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടെ ടാക്സി ഫെയർ ഭയങ്കര ചീപ്പാണ്. അതുകൊണ്ട് ധൈര്യസമേതം നിങ്ങൾക്ക് ടാക്സിയിൽ എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെ മോൾക്കുള്ള ചെറിയ ടോയ്സ് വാങ്ങി തന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് ആരംഭിച്ചു. നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു ഈ നിസാമി സ്ട്രീറ്റ്. നല്ല രസമുണ്ടായിരുന്നു രാത്രിയിൽ ആ വഴിയൊക്കെ നടക്കാൻ. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങളുടെ കോപ്പി നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ബ്രാൻഡഡ് ബാഗ്സിൻ്റെയും ഷൂസിൻ്റെയും ഒക്കെ കോപ്പി നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. Empty hearts and neon lights, they're playing with my mind. Gotta get out of here tonight. Oh, I wanna run off and fly. And I'll tell myself it's fine to be alone, just to find somewhere that finally feels like home. Oh, oh, oh. നല്ലൊരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഇത്രയുമാണ് അസർബൈജാനിലെ വിശേഷങ്ങൾ.
അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ച് ഖത്തറിലേക്ക് പോവുകയാണ്. ദുബായ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ അസർബൈജാൻ വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബായ്.